നമസ്കാരം. നമ്മുടെ ചടയമംഗലം കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ ആളുകളും ചടയമംഗലം നിവാസികളെല്ലാം ഈ ദേശീയ ഉത്സവത്തിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ തീർച്ചയായും അതിനു മുമ്പായി നമ്മളുടെ ക്ഷേത്രത്തിൻ്റെ മുൻകാല ഉത്സവങ്ങളും അതിൻ്റെ പഴയകാല ചരിത്രവുമെല്ലാം നമ്മളൊന്ന് ഓർമ്മിച്ചിരിക്കുന്നത് നല്ലതാണ്. ആദ്യം ഇത് ഒരു ഓല കെട്ടിയ ക്ഷേത്രമായിരുന്നു എന്നാണ് എൻ്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞുള്ള എൻ്റെ കുട്ടിക്കാലത്തെ അറിവ്. അത് കഴിഞ്ഞ് പാണോലി കുടുംബക്കാരെയായിരുന്നു. അപ്പോൾ അവരിൽ നിന്നും നമ്മളെ പിള്ള വീട്ടിൽ ശങ്കരപ്പിള്ള എന്ന് പറയുന്ന ഒരു മകൾ വ്യക്തി ഇവിടെ അദ്ദേഹം ഒരു കുഞ്ഞയ്യപ്പൻ്റെ ആയിരവല്ലി ക്ഷേത്രമായി പണിയുകയും അങ്ങനെ അതുമുതൽ ഇങ്ങോട്ട് ഉത്സവം, പണ്ട് കുടിയേറ്റ ഉത്സവമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതെനിക്കറിയത്തില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഈ പിള്ള വീട്ടിലെ നമ്മളെ ഈ ശങ്കരപ്പിള്ള എന്ന് പറയുന്ന അദ്ദേഹം ക്ഷേത്രമായി ഉയർത്തിയതിന് ശേഷം ഈ ക്ഷേത്രം കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഉത്സവവും മറ്റു പരിപാടികളും എല്ലാം അന്ന് നടത്തിക്കൊണ്ടിരുന്നത് നമ്മളെ ബഹുമാന്യനായ പഴയ NS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് രാധാകൃഷ്ണപിള്ള, മേടയിൽ തങ്കപ്പൻ നായർ, ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കൻ്റെയത്ത് തങ്കപ്പൻ നായർ, അങ്ങനെ PR ജഗന്നാഥമുള്ള സാറ്, അങ്ങനെയുള്ള വ്യക്തികളായിരുന്നു ഇതിൻ്റെ ഉത്സവവും മറ്റു കാര്യങ്ങളും എല്ലാം നടത്തിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ദേവസ്വം ബോർഡ് ഈ ക്ഷേത്രം ഏറ്റെടുക്കുകയും അത് കഴിഞ്ഞ് ദേവസ്വം ബോർഡ് ക്ഷേത്രം അപ്പോൾ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തതിന് ശേഷം അവർ കാര്യമായ ഒരു ചർച്ച അന്ന് നടത്തിയിരുന്നില്ല. അന്ന് ഇവിടെയുള്ള ഈ പറയുന്ന നമ്മളുടെ പറഞ്ഞ ബഹുമാന്യരായ നാട്ടുകാരും ഈ പറഞ്ഞ മകൾ വ്യക്തികളും അവരുടെ എല്ലാ പരിശ്രമമായിട്ടാണ് പിന്നെ അവിടെ ഒരു ഉയർച്ച ഉണ്ടായി. അത് കഴിഞ്ഞ് ഉത്സവം വേറെ ഒരു നേതൃത്വത്തിൻ്റെ കൊച്ചു ചെറുപ്പക്കാരിലേക്കും അതിൻ്റെ രക്ഷാകാരി പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ആളുകൾ നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് അത് കഴിഞ്ഞ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ ഉത്സവ കമ്മിറ്റിയുടെ ഭാരവാഹികളായി പ്രവർത്തിക്കുകയും അതിനോടൊപ്പം നമ്മളെ കൂടെ തന്നെ വേറെ ചെറുപ്പക്കാരായ അന്നത്തെ അന്തരിച്ചു പോയ PR സുധാകരൻ, അങ്ങനെയുള്ള കുറേ ചെറുപ്പക്കാർ, നരേന്ദ്രൻ, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഉത്സവമൊക്കെ ഇങ്ങനെ ഭംഗിയായി നടന്നു. 2 ദിവസം ഇങ്ങനെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരുന്നു. അന്ന് അത് കഴിഞ്ഞതിന് ശേഷം പേട്ട ഉണ്ടായിരുന്നു. പേട്ട എന്നുമുണ്ട്. അപ്പോൾ ആ പേട്ട ഇന്നീ പറയുന്നത് പോലെ കെട്ടുകാഴ്ചയോടുകൂടി പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഒരു പേട്ടയൊന്നുമല്ലായിരുന്നു. അന്ന് മേടയിൽ നിന്നും വരുന്ന നമ്മുടെ പഴയ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PR ജഗന്നാഥമുള്ള സാറ് ഇവരെയൊക്കെ കൂടെ നേതൃത്വം കൊടുത്തുകൊണ്ട് അവിടുന്ന് തെക്കരുട പേട്ട എന്നായിരുന്നു അന്ന് അതിനെ അറിയപ്പെടുന്നത്. അത് ഏതാണ്ട് ഒരു 5 മണി സമയം, തിരുവാഭരണ സമയം വരുമ്പോൾ ആ പേട്ടയിൽ വന്നതിന് ശേഷമാണ് തിരുവാഭരണം ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ ചടയമംഗലം മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് തിരുവാഭരണം എടുത്തുകൊണ്ട് കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലേക്ക് പോവുകയും അവിടെ ചെന്ന് തിരുവാഭരണം ചാർത്തുകയും ചെയ്യും. അന്ന് കല്ലുമലയിൽ നിന്ന് രാധാകൃഷ്ണപിള്ളയുടെ പഴയ NSൻ്റെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റായിരുന്ന ശ്രീമാൻ R രാധാകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലുള്ള കല്ലുമല പേട്ട, അത് ഇതിൻ്റെ പൊട്ടി. അങ്ങനെ ഈ 2 പേട്ടകൾ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞു അതിന് ശേഷം ഇതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ വന്നു. ചെറുപ്പക്കാരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വടത്തിൽ മോഹനപിള്ള, എക്സൈസ് രാധാകൃഷ്ണപിള്ള, അങ്ങനെ കുറേ നല്ല വ്യക്തികൾ, ജയപ്രകാശ്, അങ്ങനെ കുറേ ആളുകളുണ്ട്. എല്ലാവരെയും ഞാൻ ഓർമ്മിക്കുന്നില്ല. അപ്പോൾ ഇവരുടെ എല്ലാ നേതൃത്വത്തിൽ ഈ ഉത്സവത്തിനെ പടിപടിയായി ഉയർത്തുവാൻ കഴിഞ്ഞു. അങ്ങനെ ഉയർത്തിയാണ് ഇപ്പോൾ ഏതാണ്ട് 7-9 ദിവസം വരെ ഒക്കെ ആയി നിൽക്കുകയാണ് നമ്മുടെ ഈ ഉത്സവം. അപ്പോൾ ഈ 9 ദിവസമായി ഉത്സവം എന്ന് പറഞ്ഞാൽ ഒന്നിനു മെച്ചമായി നാട്ടുകാരെല്ലാം തന്നെ സ്പോൺസർമാരായും ഒക്കെയുള്ള നല്ല രീതിയിലുള്ള ഒരു ഉത്സവം, വളരെ അച്ചടക്കത്തോടെ ഉള്ള ഒരു ഉത്സവം ആവുകയും അതിനോടൊപ്പം തന്നെ ഇതിനൊരു ദേശീയ ഉത്സവമായി ഉയർന്നതിൻ്റെ ഒരു കാരണം മറ്റ് നാനാഭാഗത്തു നിന്ന് ഇടയ്ക്കോട് തിരുവഴി, നമ്മുടെ പുത്തമ്പള, വേലമുക്ക്, അക്കോണം,
പിന്നെ ഈ ടാക്സിക്കാരുടെ പേട്ട. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് നമ്മളുടെ ആട്ടോ ഡ്രൈവേഴ്സും അവരുടെ ഓണേഴ്സും എല്ലാം കൂടെ കൂടിയുള്ള ലൈറ്റ് അറേഞ്ച്മെൻ്റാണ്. അപ്പോൾ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കൂടെയൊക്കെ വന്നപ്പോൾ തന്നെ ഇതിനൊരു വലിയ ഓളം ആവുകയും വലിയ ഒരു പബ്ലിസിറ്റി ആവുകയും മറ്റു കാര്യങ്ങളുമായി അങ്ങനെ അത് നല്ല രീതിയിൽ ഈ ടാക്സിക്കാരുടെ പേട്ടയൊക്കെ തന്നെ, അതുപോലെ ഈ വരുന്ന പേട്ടകളെല്ലാം നല്ല കെട്ടുകാഴ്ചകളോടുകൂടി ഏതാണ്ട് ഒരു 4 മണിക്ക് തുടങ്ങിയാൽ ഒരു 10-11 മണിയാകുമ്പം ഇത് അവസാനിക്കുന്നു. അതിനോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളിൽ അതിൻ്റെ മറ്റ് പൂജകളും അതോടൊപ്പം തന്നെ മറ്റ് കലാപരിപാടികളും ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കും. ഇവിടെ ഈ പേട്ടയെല്ലാം വന്നതിന് ശേഷം അവസാന ദിവസത്തോടു കൂടി എന്ന് പറയുമ്പോൾ ഏതാണ്ട് 14-ാം തീയതിയോടുകൂടി നമ്മളുടെ ഈ ഉത്സവം അവസാനിക്കും. കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും തന്നെ ഇപ്പോൾ അതിനുള്ള ഒരു സമയക്കുറവും മറ്റു കാര്യങ്ങളും വെച്ച് കുറേ കാര്യങ്ങളുണ്ട്. എന്തായാലും ഇപ്പോൾ ഉത്സവം നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്മിറ്റിയും തന്നെ വളരെ നല്ല രീതിയിൽ അത് വളരെ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്തു. ദേവസ്വം ബോർഡ് തന്നെ ലക്ഷക്കണക്കിന് രൂപ നൽകുകയും അത് നാട്ടുകാരുടെ സഹായത്തോടെ ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ മതിൽ, ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം, അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ ക്ഷേത്രത്തിൽ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇനിയും അവിടെ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു 38 ലക്ഷം രൂപ സാം കെ ഡാനിയൽ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് മുമ്പയുടെ നേതൃത്വത്തിൽ അനുവദിക്കുകയും അതിൻ്റെ ആ റോഡുമായി ബന്ധപ്പെട്ട് അതൊരു നല്ല വികസനമാണ്. ആ റോഡ് നല്ലപോലെ വികസിപ്പിക്കുകയൊക്കെ ചെയ്തു. എന്തുകൊണ്ടും ഇപ്പോൾ നടക്കുന്ന ഈ ഉത്സവം ഒരു ചടയമംഗലത്തെ ഒരു ദേശീയ ഉത്സവത്തിൻ്റെ വലിയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ കടയ്ക്കൽ തിരുവാതിര പോലെ ഉള്ളതാണെന്നും ഇനിയും അതേ രീതിയിൽ തന്നെ ഇത് കൂടെ ഉച്ചത്തിൽ ഉന്നതിയിലേക്ക് ഈ ഉത്സവം പോവുകയും നമ്മളെ എല്ലാ ആളുകളെയും കൊല്ലം ജില്ലയിലെ തന്നെ മുഴുവൻ ആളുകളും ഈ ഉത്സവ പരിപാടിയിൽ എത്തിച്ചേരുന്ന തന്നെ ചടയമംഗലത്ത് ഈ നടക്കുന്ന ദേശീയ ഉത്സവത്തിനും ഇവിടുത്തെ ബഹുമാന്യരായ നാട്ടുകാർക്കും അതിൻ്റെ സംഘാടകർക്കും അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം പബ്ലിസിറ്റി കൊടുക്കുന്ന നമ്മളെ പ്രാദേശിക ചാനലായ സാക്ഷി ഉൾപ്പെടെയുള്ള ചാനലുകാർക്കും എല്ലാം ആശംസകൾ നേർന്നുകൊള്ളുന്നു.